ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പാർട്ട് 4 ആണ്. നെഗറ്റീവ്സ് ആണ്. പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാലാമത്തെ വീഡിയോ ആണിത്, നാലാമത്തെ പാർട്ടാണിത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് സിമ്പിൾ ടെൻസിന്റെ നെഗറ്റീവ്സ്. ഞാൻ ചെയ്യാറില്ല എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്യാറുണ്ട്, നീ ചെയ്യാറുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മുടെ ഗ്രൂപ്പിൽ ക്ലാസ്സുകളെല്ലാം തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളും ഗ്രൂപ്പ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ആപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിലും ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ സിംഗുലർ സബ്ജക്റ്റുകൾ, പ്ലൂറൽ സബ്ജക്റ്റുകൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് രണ്ടാമത്തത് കണ്ടിട്ട് മൂന്നാമത്തത് കണ്ടിട്ട് ഇവിടെ വരുന്നതായിരിക്കും കുറച്ചും ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നെഗറ്റീവ്സ് ആണ്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സിംഗുലറും പ്ലൂറലും പഠിച്ചില്ലേ. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെയിലി ചെയ്യാറുള്ള കാര്യങ്ങൾ, പ്രസന്റ് സിമ്പിൾ ടെൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. നീ ചെയ്യാറുണ്ടോ, നീ പഠിക്കാറുണ്ടോ, അത് പഠിച്ചു. ഇനി ഞാൻ ചെയ്യാറില്ല, നെഗറ്റീവ്സ് എങ്ങനെ പറയാം. ഓക്കെ, ഞാൻ പഠിക്കാറില്ല, ഐ ഡോണ്ട് സ്റ്റഡി. ഞാൻ എഴുതാറില്ല, ഐ ഡോണ്ട് റൈറ്റ്. ഞാൻ ആലോചിക്കാറില്ല, ഐ ഡോണ്ട് തിങ്ക്. ഞാൻ ഉണ്ടാക്കാറില്ല, ഐ ഡോണ്ട് മേക്ക്. അവൾ ഉണ്ടാക്കാറില്ല, ഷീ ഡോണ്ട് അല്ല, അതിന് പകരം ഷീ ഡസൻ. അതാണ് ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. അപ്പോൾ സ്റ്റഡി എന്ന് പറയുന്നൊരു വെർബ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പഠിക്കാറില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, ഞാൻ പഠിക്കാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് സ്റ്റഡി. ക്ലിയർ? അവൻ പഠിക്കാറില്ല, ഹി ഡോണ്ട് സ്റ്റഡി ആണ് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതൊന്ന് മാറ്റുക. എന്ത് പറയണം? ഹി ആണെങ്കിൽ ഡോണ്ട് അല്ല പറയേണ്ടത്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി പോലെയുള്ള സിംഗുലർ സബ്ജക്റ്റുകൾ, ഒന്നാമത്തെ വീഡിയോ കാണും. സിംഗുലർ സബ്ജക്റ്റുകൾ പറയുന്ന സമയത്ത് ഡു നോട്ട് അല്ല പറയേണ്ടത്, പകരം ഡസ് നോട്ട്, ഡസൻറ്റ് ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പോ നോക്കിക്കേ. അവൻ പഠിക്കാറില്ല, ഹി ഡസൻറ്റ് സ്റ്റഡി. അവള് പഠിക്കാറില്ല, ഷി ഡസൻറ്റ് സ്റ്റഡി. ഞാൻ പഠിക്കാറില്ല, ഐ ഡോണ്ട് സ്റ്റഡി. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് എന്നുള്ളതാണ് കേട്ടോ. ഡസൻറ്റ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് എന്നുള്ളതിന് ഷോർട്ടായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പോകാറില്ല, ഐ ഡോണ്ട് ഗോ. അവള് പോകാറില്ല, ഷി ഡസൻറ്റ് ഗോ. അവൻ പോകാറില്ല, ഹി ഡസൻറ്റ് ഗോ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഷെടാ ഇതിനിപ്പോ നമ്മൾ സിംഗുലർ പഠിക്കണം, പ്ലൂറൽ പഠിക്കണം. സിംഗുലർ ഇങ്ങനെ ഒരു വെർബ് കിട്ടിക്കഴിഞ്ഞാൽ ഹി ആണ്, ഹി ആണെങ്കിൽ ഡസ്, അങ്ങനെയൊക്കെ ആലോചിച്ച് വെക്കണ്ടേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ നാവിനെയാണ് പഠിപ്പിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ബ്രെയിനിനല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ നാവിനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഹി വരുന്ന സമയത്ത് ഹി ഡസൻ, ഷീ വരുന്ന സമയത്ത് ഷീ ഡസൻ, ഐ വരുന്ന സമയത്ത് ഐ ഡോണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നാവിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഐ ഡസൻറ്റ് പറയില്ല, ഹി ഡോണ്ട് പറയില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അവൻ പോകാറില്ല, ഹി ഡസൻ ഗോ. ഞാൻ പോകാറില്ല, ഐ ഡോണ്ട് ഗോ. ഞാൻ വരാറില്ല, ഐ ഡോണ്ട് കം. അവൻ വരാറില്ല, ഷി ഡസൻ കം, ഹി ഡസൻ കം. മനസ്സിലായോ? ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡസൻറ്റ് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് അത് വർക്ക് ചെയ്യാറില്ല, ഇറ്റ് ഡസൻ വർക്ക്. എല്ലാവരും വരാറില്ല, എവരിബഡി ഡസൻ കം. ഞാൻ പോവാറില്ല, ഐ ഡോണ്ട് ഗോ. ഞാൻ ആലോചിക്കാറില്ല, ഐ ഡോണ്ട് തിങ്ക്. ഞാൻ ഉണ്ടാക്കാറില്ല, ഐ ഡോണ്ട് മേക്ക്. സിമ്പിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നാവിനെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മിസ്റ്റേക്കുകൾ ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ എഴുതുക, റൈറ്റ് എഴുതുക എന്നാണല്ലോ. അവൾ എഴുതാറില്ല, ഷീ ഡസൻ റൈറ്റ്. അവൻ എഴുതാറില്ല, ഹി ഡസൻ റൈറ്റ്. എല്ലാവരും എഴുതാറില്ല, എവരിബഡി ഡസൻ റൈറ്റ്. ഞാൻ എഴുതാറില്ല, ഐ ഡോണ്ട് റൈറ്റ്. നീ എഴുതാറില്ല, യു ഡോണ്ട് റൈറ്റ്. അവർ എഴുതാറില്ല, ദേ ഡോണ്ട് റൈറ്റ്. ഞങ്ങൾ എഴുതാറില്ല, വി ഡോണ്ട് റൈറ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എഗെയിൻ ആൻഡ് അഗെയിൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ മാത്രമാണ് ഇതെന്തുണ്ടാവുള്ളൂ, മൈൻഡിൽ കയറുള്ളൂ. ഒന്നുമില്ല, ഇത് സംഭവം കോൺസെപ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ മിസ്റ്റേക്സുകൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മിസ്റ്റേക്സ് വരില്ല. ഓക്കെ, അവൻ പഠിപ്പിക്കാറില്ല, ഹി ഡസൻ ടീച്ച്. ഞാൻ പഠിപ്പിക്കാറില്ല, ഐ ഡോണ്ട് ടീച്ച്. മനസ്സിലായോ? ഞാൻ വായിക്കാറില്ല, ഐ ഡോണ്ട് റീഡ്. അവൻ വായിക്കാറില്ല, ഹി ഡസൻ റീഡ്. അവൾ വായിക്കാറില്ല, ഷി ഡസൻ റീഡ്. അവൾ ആലോചിക്കാറില്ല, ഷി ഡസൻ തിങ്ക്. ഞാൻ ആലോചിക്കാറില്ല, ഐ ഡോണ്ട് തിങ്ക്. മനസ്സിലായോ? ഓക്കെ, ഞാൻ ചോദിക്കാറില്ല, ഐ ഡോണ്ട് ആസ്ക്. അവൾ ചോദിക്കാറില്ല, ഷി ഡസൻറ്റ് ആസ്ക്. അവൻ ചോദിക്കാറില്ല, ഹി ഡസൻറ്റ് ആസ്ക്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇങ്ങനെ ഇത് കാണുന്ന സമയത്ത് ഹി ഡസൻ, ഷീ ഡസൻ, ഇറ്റ് ഡസൻ, എവരിബഡി ഡസൻ വാക്ക്. ഐ ഡോണ്ട്, യു ഡോണ്ട്, ദേ ഡോണ്ട്, വി ഡോണ്ട് വാക്ക്. Clear? He doesn't say, I don't say. He doesn't speak English, I don't speak English. Okay, he doesn't make, I don't make. മനസ്സിലായല്ലോ? ഈ ഡസൻറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു,
ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ആണ് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അവള് കേൾക്കാറില്ല, ഷി ഡസൻ ഹിയർ. അവൾ അയക്കാറില്ല, ഷി ഡസൻ സെൻഡ്. അവൾ സൂക്ഷിക്കാറില്ല, ഷി ഡസൻ കീപ്. അവൾ ഉപദേശിക്കാറില്ല, അവൾ പ്രാക്ടീസ് ചെയ്യാറില്ല, ഷി ഡസൻ, ഹി ഡസൻ, ഇറ്റ് ഡസൻ, എവറിബഡി ഡസൻ, ഐ ഡോണ്ട്, യു ഡോണ്ട്, ദേ ഡോണ്ട് ആൻഡ് വി ഡോണ്ട്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ? അപ്പൊ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കമന്റ് സെക്ഷനിൽ നിന്ന് ചില ആളുകളിനൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള, ഗിവ് അവേ ഒക്കെ കൊടുക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ കമന്റുകൾ എല്ലാ വീഡിയോസിനും താഴെയായിട്ട് എന്ത് ചെയ്യുക, കമന്റുകൾ രേഖപ്പെടുത്താനായിട്ട് നോക്കാം. അപ്പോൾ ഒരു 100 അബോ കമന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നിരിക്കുന്നു. അടുത്ത ക്ലാസ് കമ്മിങ് സൂൺ ആണ്, പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെന്താ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇത് 4 അല്ലേ? അപ്പോൾ അടുത്ത മൊഡ്യൂൾ 5 നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. സോ താങ്ക് യു.